AK ആന്റണിക്ക് അന്ന് MTML കൊടുത്ത 9868 ഡിജിറ്റിൽ തുടങ്ങുന്ന ഒഫീഷ്യൽ ഫോൺ കച്ചവടത്തിന് വേണ്ടി അനിൽ ആന്റണിയെ കയ്യിൽ വെച്ചിരുന്ന അന്ന് MTMLന്റെ ഫോണാണ് MD മാർക്ക് കൊടുക്കുന്നത് ഡൽഹിയിൽ. ആ നമ്പർ ഇപ്പം എനിക്ക് പൂർണ്ണമായിട്ട് ഓർമ്മയില്ല. കാരണം ഞാൻ എന്റെ പണം വാങ്ങാനായിട്ട് ജൻപത് റോഡിൽ ആന്റണിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റിക്കാർ എന്നെ കടത്തി വിട്ടില്ല. ഞാനൊരു ചിട്ടെഴുതി കൊടുത്തു, ഐ മീൻ ഔട്ട് സൈഡ് എന്ന്. ഇയാളെ വിളിച്ചാൽ കിട്ടൂല. അവിടെ ശാസ്ത്രി ഭവനിൽ IBയുടെ നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട് പ്രത്യേക ഒരു റൂമിൽ കൊണ്ട് ഈ ഫോൺ വെച്ചാൽ ഫോൺ വർക്ക് ചെയ്യൂല. എനിക്ക് അത് കയറാനും വയ്യ. പിന്നെ ഞാൻ PJ കുര്യനെ ഞാൻ സമീപിച്ചു. PJ കുര്യൻ ഇടപെട്ട് അപ്പൊ എന്നോട് പറഞ്ഞു പ്രസിഡന്റ് എന്ന് പറഞ്ഞു, നാറ്റിക്കരുത്. ഞാൻ പറയുന്നു പറഞ്ഞു, എനിക്ക് CBI കേസൊന്നും പ്രശ്നമൊന്നുമില്ല, പറഞ്ഞെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2014 വന്ന NDA ഗവൺമെന്റിൽ പരാതി കൊടുക്കാൻ തുനിഞ്ഞപ്പോഴും PJ കുര്യൻ തടഞ്ഞ് എന്റെ പണം വാങ്ങി തന്നു 5 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്. ഇയാൾക്ക് എന്താ ആദർശമുള്ളത്? ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ച് പണം വാങ്ങിയിരുന്ന ആളായിരുന്നു. പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ AKയുടെ കാലത്ത് ഡിഫൻസ് ഡീലൊന്നും കൺക്ലൂഡ് ചെയ്യാത്തതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി ഉള്ളവനൊക്കെ പണം കൊടുത്ത്. മനസ്സിലായില്ലേ? ഇതാണ്. അതായത് 3/12/2014 CBI ഡയറക്ടറായിട്ട് രഞ്ജിത് സിൻഹ വരുന്നത്. 2012 ഞാൻ ഒരു ഏപ്രിൽ മാസം 2013 പണം കൊടുക്കുന്നത്. കാരണം അപ്പോഴാണ് ഇത് എംപാനൽ വന്നത്. കുറെ കാലം CBIക്ക് കേരളത്തിൽ സ്റ്റാൻഡിംഗ് കൌൺസിൽ അഡീഷണൽ ചാർജിൽ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം അജിത് ശാസ്തമംഗലം എന്ന് പറഞ്ഞ ആളെ CBIയുടെ കൌൺസിലായിട്ട് നിയമിച്ച് ഞാൻ പുറത്താളെ നിയമിച്ചില്ല. എന്നോട് അനിൽ ആന്റണി ഇങ്ങനെ ഹോൾഡ് ചെയ്ത് 2/12/2014 രഞ്ജിത് സിൻഹ റിട്ടയർ ചെയ്തിട്ടും പുള്ളി അറിഞ്ഞിട്ടില്ല. റിട്ടയർ ചെയ്തപ്പോ ഞാൻ പറഞ്ഞ പണങ്ങളാണ്, ഇനി നടക്കൂല പണി. അപ്പൊ പറഞ്ഞ് അടുത്ത ആഴ്ച അടയ്ക്കാം. ഞാൻ അടുത്ത ആഴ്ച അടക്കണം, ഇന്ന് റിട്ടയർമെന്റ് ആണ് അദ്ദേഹത്തിന്റെ, പണം തരാൻ പറഞ്ഞു. പിന്നെ ഇൻസ്റ്റാൾമെന്റ് ഡിക്ലെയർ ചെയ്ത് മൊറട്ടോറിയം പ്രഖ്യാപിച്ച് അവസാനം PT തോമസിന്റെ മൊറട്ടോറിയത്തിന് സമാധിയാക്കി തന്ന് എന്റെ പണം കിട്ടി. 2012 ശ്രദ്ധിച്ചു കേൾക്കണം. 3/12/2012 രഞ്ജിത് സിൻഹ CBI ഡയറക്ടർ ആകുന്നത്. 2013 ഏപ്രിലാണ് CBI എംപാനൽ ചെയ്യുന്ന ലോയേഴ്സിന്റെ. അതുവരെ CBIക്ക് പാനൽ ഇല്ലാണ്ട് കിടക്കുകയായിരുന്നു. അതിന് അഡീഷണൽ ചുമതലകളായിരുന്നു. അതിനകത്ത് എന്റെ കേസ് നടത്തുന്ന വക്കീൽ പാനലിൽ വന്നപ്പോൾ എനിക്ക് താല്പര്യം തന്നെ ഉണ്ടായിരുന്നു. എന്റെ സ്വാർത്ഥ താല്പര്യമോ അഴിമതിയാവട്ടെ, ഞാൻ പണം കൊടുത്തു, ഒരു സംശയമില്ല. എന്റെ പണം ഞാൻ അക്കൗണ്ടിൽ നിന്ന് എടുത്ത പണം, ഞാൻ ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വെരിഫൈ ചെയ്താ. ഞാനല്ലാതെ ഒന്നും എന്നെ എത്ര കേസുകളിൽ എന്നെ അന്വേഷിച്ചു. വക്കീലിന് ഇന്റർവ്യൂ കാർഡ് കിട്ടി. ഇന്റർവ്യൂ കാർഡിന്റെ കോപ്പി എന്നെ കാണിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിച്ചു ഇത് നടക്കുമോ? കാരണം എനിക്കറിയാം ഈ GOM വഴി അനിൽ ആന്റണിയെ സ്വാധീനിച്ചാണ് രഞ്ജിത് സിൻഹ അനിൽ ആന്റണിയെ കൊണ്ട് ക്ലിയറൻസ് മേടിച്ചത്. കറക്റ്റ് CBI ഡയറക്ടറായിരുന്നു. സ്കോൾ സ്കാമിൽ ഏറ്റവും കൂടുതൽ ആരോപണം നേരിട്ട് മരിച്ചുപോയ CBI അറസ്റ്റ് ചെയ്യുക CBI ഡയറക്ടറായിരുന്നു രഞ്ജിത് സിൻഹ. ഡേറ്റ് പറയണമെങ്കിൽ നോക്കേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ ഏപ്രിൽ മെയ് എക്സാക്ട് ഡേറ്റ് അനിൽ ആന്റണി പറയട്ടെ, നിഷേധിക്കട്ടെ. നിഷേധിച്ചാൽ തയ്യാറാണ്. വിളിക്ക് അനിൽ ആന്റണി, നിങ്ങൾ ചോദിക്ക് ദല്ലാൾ നന്ദകുമാർ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരു ദല്ലാൾ ആരോപണം കൊണ്ടുവന്ന് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്ക്. എന്നൊക്കെ വലിയ സീനിയർ ദല്ലാളാണ് അയാള്. മടക്കി നൽകുന്നത് 14 UPA ഗവൺമെന്റിന്റെ ആദ്യ വർഷം. അത് ഞാൻ സമ്മർദ്ദത്തിനും പരാതിക്കും ഞാൻ CBI ഡയറക്ടർക്ക് പരാതി കൊടുക്കുന്നു പറഞ്ഞു. എന്നെ പ്രതിയാക്കും. ഓക്കെ, സോറി, NDA ഗവൺമെന്റിന്റെ 2014 NDA ഗവൺമെന്റ് വന്നല്ലോ. അതിനുശേഷം ഞാൻ പറഞ്ഞു ഞാൻ പുതിയ CBI ഡയറക്ടർക്ക് പരാതി കൊടുക്കും, എന്നെ പ്രതിയാക്കും. ഡൽഹിയിൽ കോസ് ഓഫ് ആക്ഷൻ എന്ന പേര് ക്രിമിനൽ കേസ് കൊടുക്കും. ശരി, ഐ ആം റെഡി ടു ഫേസ്. പക്ഷെ തന്റെ അപ്പനും കൂടി ഫേസ് ചെയ്യേണ്ടി വരും. കാരണം തന്റെ വീട്ടിൽ വെച്ചും താൻ എന്നെ വിളിച്ചു വരുത്തി പണത്തിന്റെ ആവശ്യം പറഞ്ഞിട്ട്. അന്ന് AK കൃഷ്ണമേനോൻ മാർഗിലാണ് താമസിക്കുന്നത്. പിന്നെ അതിനുശേഷം അദ്ദേഹം മന്ത്രിസ്ഥാനം പോയി ജന്തർ മന്ദർ റോഡ് നമ്പർ 4ലേക്ക് ഷിഫ്റ്റ് ചെയ്യണത്. 5 ഗഡുക്കളായിട്ട് എന്റെ ഇവിടെ PT തോമസിന്റെ അടുത്ത് എത്തിച്ചും എന്റെ കയ്യിൽ എത്തിച്ചും തന്നുവിടാം ക്യാഷ്. എനിക്ക് അനിൽ ആന്റണിയുടെ നമ്പർ ഉണ്ട്, എന്റെ മൊബൈലിലുണ്ട്. അനിൽ ആന്റണി എന്നെ വിളിച്ചു പറഞ്ഞ് ഓരോരുത്തർ കൊണ്ടുവന്ന് എന്റെ കയ്യിൽ തന്നു പൈസ. PT ഒരെണ്ണം പല ആളുകൾ വഴിയാണ് തന്നുവിട്ടത്. PT തോമസല്ല, PT തോമസിന്റെ സാന്നിധ്യത്തിലാണ് ആദ്യത്തെ പൈസ എനിക്ക് തന്നെ ഉറപ്പിന് വേണ്ടിയിട്ട്. അത് ഈ പൈപ്പ് എറണാകുളം മെഡിക്കൽ സെന്ററിന് അടുത്ത് വെച്ച് പുറത്ത് വെച്ച് തന്നെ. ഞാൻ കൊടുത്തത് അശോക് ഹോട്ടലിൽ വെച്ചിട്ടാണ്. ന്യൂഡൽഹിയിലെ അശോക് ഹോട്ടലിൽ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു ദുബായ് ഡ്യൂട്ടി പേഡിന്റെ കവറിൽ